സെന്റ് മാർട്ടിലെ വണ്ടർഫുൾ വ്യൂ ആണ് ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഇതാണ് സെന്റ് മാർട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡോക്കിംഗ് ഏരിയ. ഇത് ക്രൂസ് ഷിപ്പിൽ ഡോക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. സോ ഇവിടെ നിന്ന് നമ്മൾ വാക്ക് വേയിലൂടെ വാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നെക്സ്റ്റ് ബോട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് മെയിൻ സിറ്റിയിലേക്ക് പോകുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലിബ്രിറ്റി ക്രൂസ് ലൈൻ്റെ വരുന്ന ക്രൂസ് ഷിപ്പാണ് കാണുന്നത്. സോ ഓൾറെഡി ഇവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ലാർജ് ആയിട്ടുള്ള ഷിപ്പാണത്. അതിൽ കാണാൻ സാധിക്കും ലൈഫ് ബോട്ടിലെ എണ്ണം തന്നെ. അത്രയും ഗസ്റ്റ് കപ്പാസിറ്റി ഉള്ള ഷിപ്പാണ് ആ കാണുന്നത്. നെക്സ്റ്റ് സെലിബ്രിറ്റി ക്രൂസ് ലൈൻ്റെ തന്നെ ഒരു ഷിപ്പ് പുറകിൽ ഡോക്ക് ചെയ്യുന്നുണ്ട്. അത് സെലിബ്രിറ്റി ക്രൂസ് ഷിപ്പ് എഡ്ജ് ആണ്. സെലിബ്രിറ്റി ക്രൂസ് ലൈൻ്റെ ന്യൂ ആയിട്ടുള്ള പുതിയ ഷിപ്പാണ് ആ കാണുന്നത്, സെലിബ്രിറ്റി എഡ്ജ്. സോ ഇത് ലൊക്കേഷൻ സെന്റ് മാർട്ടിൻ. സോ ഇവിടുത്തെ സീ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, ബ്ലൂ ക്ലിയർ വാട്ടറാണ്. സോ ഇപ്പോഴത്തെ കറണ്ട് സമയം രാവിലെ 7 മണിയാണ്. സോ ഇതൊരു 12 മണി ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ താഴത്തെ ഫിഷുകളെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും പ്യുവറായിട്ടുള്ള സീ വാട്ടറാണ് സെന്റ് മാർട്ടിൻ കരീബിയൻ ഐലൻഡ് ഉള്ളത്. നെക്സ്റ്റ് ടെർമിലേക്ക് പോകണമെങ്കിൽ പുറകെ കാണാൻ സാധിക്കും. അവിടെ നിന്നും ആ മിനി ബോട്ട് എടുത്തതിന് ശേഷം സോ ഈ വാക്വേയിൽ ത്രൂവിൽ പോയതിന് ശേഷം അവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് കാണുന്നതാണ് അതിൻ്റെ മെയിൻ സിറ്റി. സോ അവിടെയാണ് സെന്റ് മാർട്ടിൻ്റെ മെയിനായിട്ടുള്ള സിറ്റി വരുന്നത്. സോ നമ്മുടെ ഇന്ത്യൻ ഷോപ്പുകൾ, ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകൾ അവിടെ അവൈലബിൾ ആണ് സെന്റ് മാർട്ടിൻ. പിന്നെ ടാക്സ് ഫ്രീ ആയിട്ട് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ സെന്റ് മാർട്ടിനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫുള്ള് മൗണ്ടനാണ് പുറകിൽ കാണാൻ സാധിക്കുന്നത്. കടലിന് നടുക്കുള്ള ഒരു ഐലൻഡ്, അതാണ് സെന്റ് മാർട്ടിൻ കരീബിയൻ ഐലൻഡ്.